നമസ്കാരം. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ അതിക്രൂരമായൊരു കുറേയധികം പേരെ കൊലപ്പെടുത്തിയൊരു സംഭവമുണ്ട്. അഫാൻ എന്ന യുവാവ് അദ്ദേഹത്തിൻ്റെ ഉമ്മ ഉൾപ്പെടെയുള്ള ഉമ്മ, കാമുകി, സ്വന്തം സഹോദരൻ, അതുപോലെ തന്നെ അമ്മൂമ്മ, ഫാദറിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ, ഇങ്ങനെ 6 പേരെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേഷനിൽ ചെന്ന് പറയുകയും അവർ വന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ 5 പേരെയാണ് ഓൾറെഡി കൊലപ്പെടുത്തിയിട്ടിരുന്നത്. ആ ഒരു സംഭവത്തിനകത്ത് ഇതൊരു മയക്കുമരുന്ന് മാഫിയയുടെ ഒരു ഭാഗമാണ് എന്ന ക്രൂരകൃത്യം നടന്നതെന്നൊക്കെ പൊതുവെ സംശയിച്ചിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ അഫാൻ എന്ന വ്യക്തിയുടെ ഫാദർ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നു. അതായത് ഒരു സിനിമയുടെ റിലീസിങ് തടയണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്ന ഒരു കാരണം. പക്ഷെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ വ്യക്തിയൊക്കെ ഈ മയക്കുമരുന്ന് മാഫിയയുടെ കണ്ണിയാണോ എന്ന് പോലും കൂടെ സംശയിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നമുക്ക് ആലോചിക്കുമ്പോൾ മനസ്സിലാകാൻ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ആ അഫാൻ എന്ന വ്യക്തി അന്ന് ചെയ്തിരുന്ന ക്രൂരകൃത്യ ചെറുപ്പക്കാരനാണ്. ആകെപ്പാടെ 25 വയസ്സ് മറ്റേ ആയിട്ടുള്ളൂ. ആ വ്യക്തിയുടെ അമ്മേനെയാണ്, അതായത് സ്വന്തം ഉമ്മേനെയാണ് ആദ്യമേ കൊലപ്പെടുത്തുന്നതായിട്ട് പുള്ളി ചെയ്തത്. കൊല്ലപ്പെട്ടില്ല, പക്ഷെ കൊലപ്പെടുത്തി എന്നുള്ളൊരു ധാരണയിലിരുന്നത്. അതായത് കഴുത്തിന് ഷാള് മുറുക്കി ഒരു മുറിക്കകത്തിട്ട് കൊല്ലപ്പെട്ടു എന്ന് ധരിച്ചുകൊണ്ട് അവിടുന്ന് ഇറങ്ങുന്നു. തൊട്ടടുത്തുള്ള ഒരു പണ ഇടപാട് സ്ഥാപനത്തിൽ ചെന്നിട്ട് കുറച്ച് പൈസ കടം മേടിക്കുന്നു. ഞാനിപ്പോൾ തന്നെ സ്വർണ്ണ ഉരുപ്പടിയായിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ പൈസ കൊണ്ട് പോയിട്ട് അതുകൊണ്ട് ചുറ്റികയും മറ്റെന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ വരുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഉമ്മ മരണപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ചുറ്റിക ഉപയോഗിച്ച് സ്വന്തം ഉമ്മേനെ തന്നെ അതിക്രൂരമായിട്ട് ഇടിച്ച് കൊലപ്പെടുത്തി എന്നുള്ള ധാരണയിൽ വീണ്ടും അവിടെ ഇട്ടിട്ട് പോകുന്നു. അതിനുശേഷം കുറച്ച് ദൂരത്തിൽ തന്നെ താമസിക്കുന്ന അമ്മൂമ്മേനെ, ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയായ അമ്മൂമ്മേനെ ചെന്ന് ഇതുപോലെ തന്നെ ചുറ്റിയേക്ക് അടിച്ച് കൊന്നിട്ട് ആ സ്വർണ്ണം എടുത്തുകൊണ്ട് കൈക്കലാക്കുന്നു. എന്നിട്ട് ആ സ്വർണം കൊണ്ടുവന്ന് ഇടപാട് സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് പണയം വെച്ച് ആദ്യം വാങ്ങിയ പൈസയുടെ കടം വീട്ടിക്കൊണ്ട് ബാക്കിയുള്ള പൈസയും കളക്ട് ചെയ്തുകൊണ്ട് ആ പണമായിട്ട് പിന്നെ ബാക്കിയുള്ള വ്യക്തിപരമായ ആവശ്യത്തിന് ഉപയോഗിക്കുകയോ എന്തോ ചെയ്തു. അതിന് ശേഷം വീണ്ടും ഇദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ ജ്യേഷ്ഠൻ താമസിക്കുന്ന വീട്ടിൽ ചെന്ന് ഫാദറിൻ്റെ ജ്യേഷ്ഠനെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും ചുറ്റുവയ്ക്ക് അടിച്ചു കൊലപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കാമുകീനെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കാമുകീനെ ഇതുപോലെ തന്നെ ക്രൂരമായിട്ട് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലിട്ട് തന്നെ ചുറ്റിയേക്ക് അടിച്ച് കൊലപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരനായ ഇളയ സഹോദരനെ ഇതുപോലെ തന്നെ സ്കൂൾ വിട്ട് വന്നപ്പോൾ വീട്ടിലിട്ട് ചുറ്റിയേക്ക് അടിച്ച് കൊലപ്പെടുത്തുന്നു. അപ്പോൾ അങ്ങനെ 5 പേരെ ഓൾറെഡി കൊലപ്പെടുത്തുകയും ഉമ്മയും കൊല്ലപ്പെട്ടു എന്ന ധാരണയിൽ ഇദ്ദേഹം തന്നെ സ്റ്റേഷനിൽ ചെന്ന് വിവരം പറയുകയും അവർ വന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഓൾറെഡി 5 പേര് കൊല്ലപ്പെട്ടു. ഈ ഉമ്മയ്ക്ക് നേരെ ജീവൻ ഉണ്ടായിരുന്നുകൊണ്ട് ഉമ്മേനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി. ഉമ്മ കുറേയധികം മാസങ്ങളോളം ഹോസ്പിറ്റലിൽ കിടന്നു. ഏതായാലും എന്നെ രക്ഷപ്പെട്ട് വരികയും ചെയ്തു. അപ്പോൾ ഉള്ള ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അടുത്തിടെ റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു സിനിമ, ആ സിനിമയുടെ പേര് കാലം പറഞ്ഞ കഥ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സിനിമ റിലീസ് ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് ഈ അഫാൻ്റെ ബാപ്പ, അയാൾ നമുക്കറിയാം ആ വിഷയം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അയാൾ ഗൾഫിലായിരുന്നു. അയാൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത എന്തോ നിയമ തടസ്സങ്ങളിലൊക്കെ പെട്ട് കിടക്കുമായിരുന്നെങ്കിൽ പോലും ഇത്രയും വലിയൊരു ഇൻസിഡൻറ്റ് നടന്ന സ്ഥിതിക്ക് അവിടെ ഉള്ള മലയാളി സമൂഹം എല്ലാവരും ഇടപെട്ട്, ഗവൺമെൻറ്റൊക്കെ ഇടപെട്ട് അയാൾക്ക് ഇങ്ങോട്ട് വരാനായിട്ടുള്ള സാഹചര്യം ഒരുക്കുകയും ഇവിടെ വരികയും ചെയ്തിരുന്നു. വരികയും ചെയ്ത അയാളുടെ മകന് എതിരെ, അതായത് ഇത്രയും വലിയ സ്വന്തം കുടുംബത്തിലെ ഇത്രയും രക്തബന്ധങ്ങളെ ഇല്ലായ്മ ചെയ്ത ആ മകനെതിരെ അതിശക്തമായിട്ടൊക്കെ അന്ന് പറയുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ പോലും കൂടെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ക്രൂരമായ കൊലപാതകം ചെയ്തവനോടുള്ള ഒരു സെൻറ്റിമെൻസ് ആണോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ബാഹ്യ കണ്ണികളുടെ ഒരു ഭാഗമായിട്ട് ഇദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പോലും കൂടെ സംശയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, അത്രയും ക്രൂരമായിട്ട് കൊലപ്പെടുത്തി എന്ന് വിശ്വസിച്ചിരുന്ന ഈ അഫാൻ്റെ ഉമ്മ അവിടുന്ന് രക്ഷപ്പെട്ട് വന്നതിന് ശേഷം ആ ഉമ്മയുടെ നിലപാട് പോലും ഈ ഇത്രയും ക്രൂരനായി മകനോടൊപ്പമാണെന്നുള്ളത് പല സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമ്മളിപ്പോൾ പുറലോകം അറിഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ്. അത് പിന്നെ ഉമ്മയ്ക്കും മകനോടുള്ള ഒരു സിമ്പതി ആയിരിക്കാം, ആ രീതിയിലൊക്കെ ആയിരിക്കാം. എന്താണെങ്കിലും ശരി, ഇത്രയും ക്രൂരമായ കൊലപാതകം നടത്തിയ മകനോട് പോലും കൂടെ ആ ഉമ്മയ്ക്ക് ഒരു സെൻറ്റിമെൻറ്റ്സ് വന്നു കഴിഞ്ഞപ്പോൾ അത് ഉമ്മയുടെ മാത്രം ഒരു കാര്യമായിട്ട് തോന്നിയിരുന്നുവെങ്കിൽ പോലും കൂടെ ഇപ്പം ഈ അഫാൻ്റെ ബാപ്പ അദ്ദേഹം
ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ വന്ന് ഈ രീതിയിൽ ഇങ്ങനെ ഒരു സിനിമ റിലീസ് ചെയ്യരുത്, ആ സിനിമ എന്ന് പറയുന്നത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, അത് അവരെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നതാണ്, അതുപോലെ തന്നെ ആ കേസ് സംബന്ധിച്ച് ഉള്ള വിഷയങ്ങളിൽ അത് ബാധിക്കും, ആ കേസിൻ്റെ ട്രയലിനെ അത് ബാധിക്കും, അത് സമൂഹത്തിൽ ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സിനിമ തടയണമെന്ന് പറഞ്ഞിരുന്നത്. സത്യത്തിൽ ആ സിനിമയ്ക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം നമുക്കറിയാം സമൂഹത്തിലെ ഓരോ വിഷയങ്ങളാണ് എല്ലാ സിനിമയിലും സ്വാഭാവികമായിട്ട് കഥയാക്കി എടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ കഥയൊക്കെയായിട്ട് ബന്ധങ്ങൾ വരാമെന്നുള്ളതല്ലാതെ അത് ഈ കഥയാണ് അല്ലെങ്കിൽ ഈ വിഷയം മാത്രമാണ് എന്ന് ഒരിക്കലും ആ സിനിമയിൽ ഇല്ല എന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുന്നത്. അതായത് സമൂഹത്തിന് ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ മയക്കുമരുന്നിൻ്റെ ഉപയോഗം പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 10 വർഷത്തിനോടകം നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ മയക്കുമരുന്ന് കേരളത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നൊന്നുമല്ല നമ്മൾ പറഞ്ഞു വരുന്നത്. അതായത് ക്രൂരമായിട്ടുള്ള ക്രിമിനൽ കുറ്റങ്ങളിൽ പ്രത്യേകിച്ച് മയക്കുമരുന്നിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ 10 വർഷത്തിനോടകം അതിനു മുമ്പുണ്ടായിരുന്നതിൻ്റെ എത്രയോ മടങ്ങുകൾ, അതായത് ഇരട്ടിയല്ല, 2 ഇരട്ടിയല്ല, 4 ഇരട്ടിയല്ല, 5 ഇരട്ടിയല്ല, 10 ഇരട്ടിയിലല്ല, അതിനേക്കാളും ഉപരിയായിട്ടാണ് ഇപ്പം മയക്കുമരുന്നിൻ്റെ ഉപയോഗം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിന്നെ സ്നേഹിച്ച പെൺകുട്ടിയെ എന്തിനാണ് നീ കൊന്നുകളഞ്ഞത്? അതിൻ്റെതായ പ്രതിഫലനങ്ങളും സമൂഹത്തിൽ എപ്പോഴും നമുക്ക് കാണാം. എല്ലായിടത്തും തന്നെ അതിക്രൂരമായ കൊലപാതകങ്ങൾ, അക്രമങ്ങൾ, അടിപിടി കേസുകൾ, സ്കൂൾ കുട്ടികൾ പോലും കൂടെ അതിക്രൂരമായിട്ട്, അതായത് ശരിക്കും പറഞ്ഞ കൊട്ടേഷൻ സംഘങ്ങളെ പോലെ പ്രവർത്തിക്കുന്ന സ്കൂൾ കുട്ടികളെ പോലും കൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം കൂടെ പോലും കൂടെ നമുക്കറിയാം ഇവിടെ ഈ മഞ്ചേശ്വരത്ത് ഈ കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവമാണ്. അതായത് സ്വന്തം ബാപ്പ മകളെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഉമ്മേനെ വെട്ടിയ സമയത്ത് ഒന്ന് തടസ്സം പിടിക്കാനായിട്ട് വന്നു എന്നാണ് പറയപ്പെടുന്നത്. കാസർഗോഡ് മഞ്ചേശ്വരത്താണ്. 18 വയസ്സേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറിയം ജുബൈദ എന്ന് പറയുന്ന ആ ഒരു 18 വയസ്സായ മകളെ സ്വന്തം ഉപ്പ തന്നെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഇതുപോലെ തന്നെ മയക്കുമരുന്നിന് അടിമയായിരുന്നാണ് പറയുന്നത്. അയാളുടെ പേര് ഉമ്മർ ഫറൂഖ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പോലീസ് നാട്ടുകാരും കൂടെ കൂടി അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുകയും അയാളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലൊക്കെയാണ്. അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളൂ. അതുപോലെ തന്നെ എത്രയോ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കേരളത്തിൻ്റെ ഏത് മുക്കിനും മൂലയിൽ ചെന്ന് കഴിഞ്ഞാലും മയക്കുമരുന്ന് അത്തരം കാര്യങ്ങളെല്ലാം അതിപ്രസരമാണ്. അപ്പം ഇതിനൊക്കെ എതിരെയുള്ള ഒരു അവയർനെസ് എന്നുള്ള നിലയ്ക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ തന്നെ വന്നിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. സിനിമ റിലീസായിട്ടില്ല, അടുത്ത ദിവസം റിലീസ് ആവാനിരിക്കുകയാണ്. ഈ അഫാന്റെ ഫാദറായ ഈ സിനിമയ്ക്കെതിരെ ഇപ്പം രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ഈ സിനിമ റിലീസ് ചെയ്യരുത്, അത് അവരുടെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളെ അത് ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഇപ്പം ഇതിനകത്തൊക്കെ ഏതെങ്കിലും ഒരു മയക്കുമരുന്ന് മാഫിയകൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ടോ, അവരുടെ കണ്ണിയായിട്ടാണോ ഇദ്ദേഹം ഇപ്പം ഈ രീതിയിൽ ഹൈക്കോടതിയിൽ ഇങ്ങനെ ഒരു ഫയലുമായിട്ട് ചെന്നിരിക്കുന്നതെന്ന് പോലും കൂടെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് പറഞ്ഞു തീർക്കാം. ഇനി നാട്ടിൽ നിന്നെ കണ്ടേക്കുന്നത് ഇത്തരം കാര്യത്തിനകത്തൊക്കെ പൊതുസമൂഹത്തിൻ്റെ ഒരു അവയർനെസ് ഉണ്ടാവേണ്ടതുണ്ട്. കാരണം പൊതുസമൂഹം ഇത്തരം കാര്യങ്ങളിനകത്ത് ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കേണ്ടതെന്നും നമ്മുടെ നാട് ഒരുപാട് പുരോഗമിച്ചു. പക്ഷെ ഈ മയക്കുമരുന്നുണ്ടല്ലോ അതെല്ലാം നശിപ്പിക്കും. രാഷ്ട്രീയ പാർട്ടികളിലാണെങ്കിൽ അത് ഭരണകക്ഷിയാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിൽ തന്നെ ഇത്രയും ചില മാഫിയകളിലൊക്കെ കണ്ണികളായിട്ടോ അല്ലെങ്കിൽ മാഫിയകൾക്ക് വേണ്ടിയിട്ടോ പ്രവർത്തിക്കുന്നത് പോലെയൊക്കെ പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട്. ശക്തമായി പ്രതികരിക്കേണ്ടിടത്തൊന്നും ഇവരുടെ ആരുടെ സ്വരങ്ങൾ ഉയർന്നു വരുന്നില്ല. അതിശക്തമായിട്ട് എല്ലാ കാര്യങ്ങളിലും അതിശക്തമായിട്ട് പ്രതികരിക്കുന്ന ഏതെങ്കിലും യുവ നേതൃത്വങ്ങളൊക്കെ ഉണ്ടെങ്കിൽ
അവരെയൊക്കെ മറ്റേതെങ്കിലും കള്ളക്കേസുകളിലോ മറ്റേതെങ്കിലും ഒക്കെ പെടുത്തി ഒതുക്കാനായിട്ടുള്ള ഭരണകൂടവർഗ ഭീകരതയുടെ ഒരു ഭാഗം കൂടെ നമ്മൾ പൊതുസമൂഹത്തിൽ കാണുന്നുണ്ട്. ഈ കുഞ്ഞിന്റെ മാതാപിതാക്കൾ ഇതെങ്ങനെ സഹിക്കും? അപ്പം അത്തരം കാര്യങ്ങൾക്കൊക്കെ എതിരെ പൊതുസമൂഹത്തിൻ്റെ നീതിബോധം അതിശക്തമായിട്ട് ഉയർന്നു വരേണ്ടതുണ്ട്. ഈ ഒരു കാര്യത്തിനകത്ത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.